ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ കർത്താവ് യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്. 15-ാമത്തെ വചനം നമ്മൾക്ക് വായിക്കാം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന്, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് യേശു അവനോട് പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും യേശു തമ്പുരാൻ യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ ഇവരിലധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മളോടും ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുന്നത്, നാം ക്രിസ്തു യേശുവിനെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ അയൽക്കാരിൽ, നമ്മുടെ സ്നേഹിതന്മാരിൽ, നമ്മുടെ ബന്ധുക്കളെക്കാൾ കൂടുതലായിട്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് 2025 കൂടുതലായിട്ട് 2026 നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പഴയതെല്ലാം നീക്കിക്കളഞ്ഞിട്ട് പഴയതെല്ലാം പറിച്ചെറിയുവാനിടയായി തീരണം, നീക്കിക്കളയുവാനിടയായി തീരണം. എന്നിട്ട് ഒരു പുതിയ വർഷം ദൈവം നമുക്ക് തന്നതുപോലെ ഒരു പുതിയ ജീവിതം, പുതിയ സംസാരം, പുതിയ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകുവാൻ ഇടയായി തീരണം. നമുക്ക് പഴയത് നീക്കിക്കളയാം, പുതിയത് നമുക്ക് സ്വീകരിക്കാം. അതിനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ ഒരുക്കട്ടെ. നമ്മുടെ ശരീരം പുതുതാക്കണം, മനസ്സ് പുതുതാക്കണം, നമ്മുടെ ചിന്താഗതികളെ പുതുതാക്കണം, നമ്മുടെ നോട്ടം പുതുതാക്കണം, നമ്മുടെ കേൾവി പുതുതാക്കണം, നമ്മുടെ സംസാരങ്ങളെല്ലാം പുതുതാക്കണം, നമ്മുടെ നടപ്പ്, ഇരിപ്പ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും പുതുതായി കാണുവാൻ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഈ പുതിയ വർഷത്തിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, പുതിയത് സമർപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കുമാർ.